റോഡ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ചതോടെ സൈൻ ബോർഡുകൾ കൊളപ്പുറം, കാലിക്കറ്റ് എയർപോർട്ട്, കൊച്ചി, വികെപടിയിൽ. തലപ്പറ അണ്ടർപാസിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ഒരു വശത്ത് മണ്ണിട്ടുയർത്തുന്നവർക്ക് തകൃതിയിൽ. ട്രാക്ക് വർക്ക് കഴിഞ്ഞതോടെ മിന്നും വേഗതയിൽ വാഹനങ്ങൾ. ആ ഒരു കാഴ്ച കൊണ്ട് കൊളപ്പുറത്തുനിന്ന് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് തലപ്പാറ ആ ഒരു ഏരിയ വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ റീച്ചിൽ 5 പാലങ്ങളാണ് വരുന്നത്. കൊളപ്പുറം ഓവർപാസ്, പിന്നെ 4 അണ്ടർപാസുകൾ. അതിൽ ഇരുമ്പുചോലയിൽ വരുന്ന ചെറിയ അണ്ടർപാസ്, വികെപടി അണ്ടർപാസ്, വല്യറമ്പ് അണ്ടർപാസ്, തലപ്പാറ അണ്ടർപാസ്. ഈ പാലങ്ങളുടെ എല്ലാ പണികളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അണ്ടർപാസ് വഴിയും ഓവർപാസ് വഴിയും ഒക്കെയാണ് കടന്നു പോകുന്നത്. കൊളപ്പുറം ഓവർപാസ് പൊതുവെ വലിയൊരു ഓവർപാസ് ആണ്, നല്ല വീതി വിസ്താരമുള്ള വലിയൊരു ഓവർപാസാണ്. ഇവിടുന്ന് എയർപോർട്ട് റോഡ് കൊണ്ടോട്ടി ഭാഗത്തേക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇരുമ്പുചോല ഭാഗത്തേക്കുള്ള കാഴ്ച ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കി നിങ്ങൾ, അതിൻ്റെ ആ ബ്ലൂ കളർ പെയിൻറ്റും യെല്ലോ കളർ, ബ്ലാക്ക് കളർ പെയിൻറ്റും വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിഭാഗത്തെ ഗ്രേ കളർ സൈഡ് വാളിനുള്ള സെൻട്രലിലെ വാളിനൊക്കെ ഗ്രേ കളർ പെയിൻ്റ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തെ 6 വരിക്ക് ഇരുവശത്തുമുള്ള മതിൽ, അതിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും കൈവരിൻ്റെ വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരുമ്പുചോല വരെയുള്ള ആ ഒരു കിടിലം കാഴ്ച നമുക്ക് കാണാം. എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ. ഇപ്പോൾ കോയിച്ചന മുതൽ ഏകദേശം ചേളാരി കഴിഞ്ഞ് കാക്കഞ്ചേരി വരെ 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ക്രാഷ് വെയറിൻ്റെയും സെൻറ്റർ ഡിവൈഡറിൻ്റെയും പെയിൻറ്റും വർക്കുകളും കഴിഞ്ഞതിന് ശേഷമുള്ള ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ടും ഇന്ന് തലപ്പാറ എത്തുന്നതിന് മുമ്പായിട്ട് കൂടുതൽ 6 വരിപ്പാതയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിടത്തൊക്കെ ട്രാക്കിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ബോർഡ് വെക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓരോ സ്ഥലത്തേക്ക് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം എയർപോർട്ട് റോഡ് എന്നുള്ളൊക്കെ ബോർഡുകളുണ്ടല്ലോ, അത് വെക്കുന്ന വർക്കുകളും പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. സൈൻ ബോർഡ്, CCTV ക്യാമറ, അതുപോലെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡുകൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ള വർക്ക് അവസാന ഘട്ടത്തിലാണ്. പെട്ടെന്ന് ഉദ്ഘാടനങ്ങൾ നടക്കേണ്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് വർക്ക് കഴിഞ്ഞിടത്തൊക്കെ മറ്റു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെക്കപ്പ്, അതായത് ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുത്ത ഘട്ടത്തിൽ വീഡിയോ കാണിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് കത്തി നിൽക്കുന്ന ആ മനോഹര കാഴ്ചകളൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ അടുത്ത വീഡിയോയിൽ ഈ ഭാഗത്തെ വീഡിയോ കാണിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് പൂർത്തീകരിച്ച സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി നിൽക്കുന്ന ആ മനോഹര കാഴ്ചകളുമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ആയിരിക്കും. അത്രക്കും വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരുമ്പുചോല എത്തുന്നതിന് മുമ്പായിട്ടാണ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു, ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓണാക്കണ വർക്ക് മാത്രമാണുള്ളത്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ 6 വരിയിലും 3 ലൈൻ ട്രാക്ക് ഇട്ട് പോയ ആ ഒരു കാഴ്ച. ഇവിടുന്ന് പൊതുവേ നമുക്കറിയാം കൊളപ്പുറം ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആദ്യം ഇവിടെ താഴ്ന്നൊരു പ്രദേശമായിരുന്നു ഇരുമ്പുചോല. പിന്നീട് ഇവിടെ നിന്ന് ഉയർന്ന് വികെപടി ഭാഗത്തേക്ക് കടന്നു പോകും. അപ്പോൾ ആ താഴ്ന്ന ഭാഗത്ത് മണ്ണിട്ടുയർത്തി. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു അണ്ടർപാസ് അനുവദിക്കുകയും ചെയ്തു. അതോടുകൂടി ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാനും പറ്റും. അവിടെ ആ ഏറ്റക്കുറച്ചിൽ സ്ട്രൈറ്റായിട്ട് കൊളപ്പുറത്തു നിന്നും വികെപടി ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാനും പറ്റും. ഇതുപോലെ വരുന്ന മറ്റു സ്ഥലങ്ങളിലും അണ്ടർപാസുകൾ അനുവദിച്ചിട്ടുണ്ട്. നമുക്കറിയാം കരിമ്പിലും കാച്ചടിൻ്റെയും ഇടയിൽ ഇതുപോലെ 2 ഏരിയയും ആദ്യത്തെ റോഡ് ഉയർന്നു നിൽക്കുന്നതായിരുന്നു. പിന്നീട് അതുവഴി അവിടെ ഒരു അണ്ടർപാസ് അനുയോജ്യമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അണ്ടർപാസ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡിൻ്റെ 2 ഭാഗം ആദ്യം ഹൈറ്റ് കൂടിയ ഏരിയയിലേക്ക് അണ്ടർപാസും കൊടുത്ത് ഒരേ സ്ട്രൈറ്റിൽ വളവും തിരിവില്ലാതെ ലെവലാക്കി വന്ന ഒരുപാട് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞു, ഇരുമ്പുചോല അണ്ടർപാസ് കഴിഞ്ഞു, വികെപടി എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ബോർഡിൻ്റെ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നേരെ റൈറ്റ് സൈഡ് ഇവിടെയൊക്കെ നോക്കിയാൽ 2 ഭാഗത്തും ട്രാക്ക് ഇട്ട് പോയി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിവൈഡറിനും 2 ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റും വർക്ക് ആയിട്ടില്ല കേട്ടോ. ഇവിടെ വൈറ്റൊക്കെ അടിച്ചതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടും ഈ സെൻറ്റർ ഭാഗത്തും പെയിൻറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. അത് പൂർത്തീകരിക്കുന്ന മുമ്പേ ഇവിടെ റോഡിൻ്റെ ട്രാക്ക് 2 ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാൽ കൊച്ചി, അതുപോലെ എറണാകുളം, കാലിക്കറ്റ് എയർപോർട്ട്, അതിൻ്റെയൊക്കെ നെയിം കണ്ടില്ലേ, ഒക്കെ റെഡിയാക്കി വെച്ച് ഇതുപോലുള്ള വർക്കുകൾ ഇപ്പോൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട വർക്കുകളാണ്. ഈ ഒരു വർക്ക് കൂടി കംപ്ലീറ്റ് ആവുന്ന പോലെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ
റോഡ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വർക്കുകൾ, ഈ ബോർഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാലാണ് നമ്മൾ വി കെ പടി വരുന്ന അണ്ടർപാസ്. വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും തായ് ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ അരീത്തോട് വല്യറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ. ഇവിടെയും നമുക്ക് കാണാം മുന്നോട്ട് പോകുമ്പോൾ ഇരുവശത്തും 6 വരിപ്പാതയുടെ ട്രാക്ക്, അതുപോലെ സൈഡിലെ ചുമരിൻ്റെ അതായത് ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്കറിയാം വി കെ പടി കുറച്ച് ഒരു ഉയർന്ന ഭാഗമായിരുന്നു. ഇപ്പോൾ 2 ഭാഗം സൈഡിൽ താഴ്ത്തിയെടുത്തതിന് ശേഷമാണ് ചുമരൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് മണ്ണൊക്കെ താഴ്ചയിലെടുത്തതിന് ശേഷമാണ് ഇവിടെ 6 വരിപ്പാതയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു CCTV ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വി കെ പടി അണ്ടർപാസ്, മമ്പുറം റോഡിന് പോകുന്നിടത്താണ് വി കെ പടി അണ്ടർപാസ്. വി കെ പടി അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ പെയിൻറ്റ് വർക്കുകൾ, അതുപോലെ ഗർഡുള്ള ഗ്രേ കളർ പെയിൻറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ജസ്റ്റ് താഴേക്ക് ഒന്ന് കാണിച്ചതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്തേക്കുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വി കെ പടി അണ്ടർപാസ് ഇവിടെ നോക്കി 2 ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇരുവശത്തെ ക്രാഷ് ബാരിയർ സെൻറ്റർ ഭാഗത്ത് അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൈൻഡർ ഉപയോഗിച്ച് പൊന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് വശത്തെ വൈറ്റ് പെയിൻ്റ് അടിക്കും, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അടിക്കും. ആ പണികൾ ഉടനെ നടക്കും. അതോടെ ഈ ഭാഗത്തെ എല്ലാ വർക്കുകളും കഴിഞ്ഞു, പൂർത്തീകരിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിലെത്തി. ഇനി താഴേക്കുള്ള കാഴ്ച നോക്കി നിങ്ങൾ. ഇവിടെ ബ്ലോക്കൊക്കെ പതിച്ച് എല്ലാ പണികളും മുന്നേ കഴിഞ്ഞതാണ്. ഇപ്പോൾ അടിയത്തെ ആ ബ്ലൂ കളറും അതുപോലെ ഗ്രേ കളറിൻ്റെ പണികളും കഴിഞ്ഞു. ഇനി നമ്മൾ മുകൾ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അരീത്തോട് നമ്മൾ ആദ്യത്തെ റോഡ്, പഴയ റോഡ് കടന്നു പോയിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് വല്യറമ്പ് ആ ഒരു ഭാഗം. ഇപ്പോൾ ഹൈറ്റ് കൂടി. ഇവിടെ വി കെ പടി അണ്ടർപാസ് വന്നതോടെ നല്ലൊരു ഹൈറ്റിലാണ്, ഏകദേശം 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് റോഡ് കടന്നെന്നുള്ളത്. പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെയാണ് റോഡ് പുതിയതായിട്ട് കടന്നു പോകുന്നത്. ആദ്യത്തെ റോഡിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു ബൈപ്പാസ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പുതിയ റോഡ് പിന്നെ വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വല്യറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കടന്ന് തലപ്പാറ ഭാഗത്തേക്ക് കടന്നു പോകും. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടിയാണ്. നമ്മൾ അന്ന് തുടക്ക സമയത്ത് ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ആദ്യം വീടെടുത്ത് ഇന്ന് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ നമ്മളെ പുതിയ 6 വരിപ്പാത പൂർണ്ണതിലും വളവ് നിവർത്തിയിട്ടില്ലെങ്കിലും പരമാവധിയൊക്കെ വളവ് നിവർത്തിയിട്ടാണ് റോഡ് കടന്നു വിടുന്നുള്ളത്. നമ്മളിപ്പോൾ തുടക്കം കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുമ്പുചോലെത്തുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു വളവാണ്. അങ്ങനെ വി കെ പടിയിലെത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും വല്യറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്തുമ്പോൾ വീണ്ടും ചെറിയൊരു വളവ്. ആ പൂർണ്ണതയിൽ വളവ് നിവർത്തിയിട്ടില്ലെങ്കിലും പരമാവധി നിവർത്തിയിട്ടൊക്കെയാണ് നമ്മുടെ KNRCL റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചത് വല്യറമ്പ് ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ഏരിയയിൽ കടന്നു പോകാൻ പറ്റാഞ്ഞിട്ട് സർവീസ് റോഡാണ് പോയിരുന്നത്. ഇപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് കടന്നു പോകാൻ പറ്റും. ഇവിടെയൊക്കെ ട്രാക്ക് ഇട്ട് പോയിട്ട് ഒരു ഭാഗത്ത് നമുക്ക് കാണാം മറുവശത്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ട്രാക്കിൻ്റെ വർക്കുകളല്ലായിരുന്നു, ടാറിംഗ് വർക്ക് കഴിഞ്ഞിങ്ങനെ ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുള്ളായിരുന്നു. ഇന്നിപ്പോൾ ട്രാക്ക് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ കുളപ്പുറം കഴിഞ്ഞ് വന്നപ്പോൾ കാര്യമായിട്ട് പൂർത്തീകരിക്കാനുള്ള വർക്ക് ഈ ഏരിയയിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് റോഡിൻ്റെ ഇരുവശത്തുമുള്ള ബാരിയറിൻ്റെയും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് വർക്കുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് വരുമ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ സൈൻ ബോർഡ് അതിൻ്റെ വർക്കുകളൊക്കെ നമ്മളവിടെ വെക്കുന്നത് കണ്ട് അതുപോലെ ക്യാമറ. പിന്നെ ഇവിടെ എന്താണ് കഴിഞ്ഞാൽ കുളപ്പുറം എത്തുന്നതിന് മുമ്പായിട്ട് വയൽ പ്രദേശത്ത് ഇനിയും ഇവിടുത്തെ റൈറ്റ് സൈഡ് ഭാഗം ഇനിയും മണ്ണിട്ട് ഉയർത്തി 2 ഭാഗത്തും ബ്ലോക്ക് ഉയർത്തി വരാൻ കുറഞ്ഞൊരു ഏരിയയും കൂടി ഉണ്ട്. ആ ഒരു ഏരിയയിൽ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ ഇതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് കൂടെ കടന്ന് കുളപ്പുറം തലപ്പാറ അണ്ടർപാസും കടന്ന് വെളിമുക്ക് ചേളാരി ഭാഗത്തേക്ക് കടന്നു പോകുന്നുണ്ട്. മുന്നേ ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോയത്. അങ്ങനെ വല്യറമ്പ് അണ്ടർപാസിൻ്റെ ആ കാഴ്ചകൾ കണ്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ കയറുകയാണ്. അന്ന് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അസുഖ സർവീസുകളിലൂടെ കടന്നായിരുന്നു തലപ്പാറ ഭാഗത്തേക്ക് പോയിരുന്നത്. ഇന്ന് നമുക്ക് ഇതുവഴി കടന്നു പോയതിൻ്റെ മുകൾ ഭാഗത്തെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റി. അപ്പോൾ 2 ഭാഗത്തും ഈ സൈഡിലെത്തിയപ്പോൾ 2 സൈഡിലും ഈ ട്രാക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വയലിലാട്ടോ. വയലിൽ നമ്മൾ പറഞ്ഞ പോലെ ഇടത് ഭാഗത്ത് ഒരു 3 ലൈനിക്കുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഇവിടുന്ന് വെളിമുക്ക് അങ്ങനെ പടിക്കൽ ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അവിടെ എത്തി നിങ്ങളെ കാണിക്കാം. അതുപോലെ ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റിൽ നിന്ന്
സർവീസ് റോഡിനോടൊപ്പിച്ചുള്ള ഡ്രെയിനേജ് വർക്കുകൾ അത് കുറഞ്ഞ ഭാഗം കംപ്ലീറ്റ് ആക്കാണ്ട് ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞിടത്തൊക്കെ ചെറിയ കോൺക്രീറ്റ് പടവുണ്ട്. പിന്നെ അതിനോടൊപ്പിച്ച് ഇൻ്റർലോക്ക് ഏകദേശം ഒരു 2 മീറ്റർ 1.5 മീറ്റർ വീതിയിലുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്കുകളും പലയിടത്തും പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അതിൻ്റെ വർക്കും ഇതിൻ്റെ ഇരുവശത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഗർഡർ നമുക്കറിയാം, പാടത്ത് തോടിന് കുറുകെ വരുന്ന ആ പാലം, അതിൻ്റെ പണികൾ മെയിൻ സ്ലാബ് വാർപ്പെട്ടു. അത് 6 വരിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗവും മെയിൻ സ്ലാബ് വാർപ്പിൻ്റെ ടാറിങ്ങും കഴിഞ്ഞു. വാഹനങ്ങൾ ഇപ്പോൾ അത് പോയി കടന്നുണ്ട്. നേരെ ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിൻ്റെ ഭാഗം ആദ്യം ഉണ്ടായിരുന്ന റൂട്ടിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പാലത്തിനോട് അടുപ്പിച്ച് തായ് ഭാഗം സർവീസ് റോഡിൻ്റെ ഭാഗമാക്കാനുള്ളിടത്ത് ഇനിയും ഗർഡർ വെക്കാനുണ്ട്. ആ ഗർഡറാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ റൂട്ടിലുള്ളത്. ഇത് ഉടനെ അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് അതിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പും അതുപോലെ ടാറിങ് വർക്ക് കഴിഞ്ഞാൽ അത് സർവീസ് റോഡിനോട് ടച്ചായി കഴിയും. അപ്പോൾ അതിനുള്ള ഗർഡറുകളാണ് അവിടെ ഉള്ളത്. ആ ഒരു പണികൾ ഇനി ഇവിടെ നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ തലപ്പാറ അണ്ടർപാസിനോടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, പുതിയ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന റോഡ് നേരെ ലെഫ്റ്റ് ഭാഗം, റൈറ്റ് സൈഡ് ഭാഗം ഇനിയും മണ്ണിട്ട് ലെവലാക്കി വരാനുണ്ട്. അതുപോലെ അവിടെ ടാറിങ് വർക്ക് നടക്കാനുണ്ട്. നമ്മളിനി അതുവഴി കടന്നു പോയിട്ട് ആ ഏരിയയിലെ വർക്കുകൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കാം. മാത്രവുമല്ല, നമുക്കറിയാം തലപ്പാറ അണ്ടർപാസിൻ്റെ വർക്കുകൾ ആദ്യമായിട്ടൊരു റീച്ചിൽ പണികൾ പൂർത്തീകരിച്ചൊരു അണ്ടർപാസ് ഏതാണെന്ന് ചോദിച്ചാൽ തലപ്പാറയാണ്. പിന്നെ 2 ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ ടച്ചാക്കാനുള്ള വർക്കുകളാണ് വൈകിയത്. അപ്പോൾ ഈ ഒരു വയൽ പ്രദേശത്ത് വീണ്ടും അവസാന ഘട്ടത്തിലാണുള്ളത്. ഇപ്പോൾ 3 ലൈനിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ കടന്നു വന്ന് ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഗ്രേഡർ വെച്ച് മണ്ണൊക്കെ ലെവലാക്കിയതിന് ശേഷം മെറ്റലിട്ട് വന്നിട്ടുണ്ട്. ഇനി മെറ്റൽ കമ്പാക്റ്റിങ്, ഒരു ടാറിങ് വർക്ക്, പിന്നെ ഫൈനൽ ടാറിങ് വർക്ക് നടക്കാനുണ്ട്. വല്യർമ്പ് അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വയലിൽ വരെ ഫൈനൽ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ ക്രാഷ് ബാരിയുള്ള കമ്പികളും സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ്ട്, കോൺക്രീറ്റ് ബാരിയർ മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ. അങ്ങനെ നമ്മൾ ഈ തോടിൻ്റെ കുറവ് വരുന്ന പാലത്തിൻ്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 50 മീറ്റർ മാത്രമാണ് റോഡിൻ്റെ, അതായത് അണ്ടർപാസിനെ ഒപ്പിച്ച് ഇവരെ ഹൈറ്റിൽ വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ പണികൾ എത്രത്തോളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ളൊരു കാഴ്ച നോക്കിങ്ങൾ ഇവിടെ സൈഡ് വാള് ബ്ലോക്കിൽ പടുത്തിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളെ ആദ്യത്തെ തലപ്പാറ വയലിലുണ്ടായിരുന്ന തോടിന് കുറവ് വരുന്ന പാലമാണ് ആ കാണുന്നത്. ഇപ്പോൾ താൽക്കാലികമായി വാഹനങ്ങളൊക്കെ അതുവഴിയാണ് സർവീസ് റോഡായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡിൻ്റെ ഈ നേരെ താഴെ ഈ കാണുന്ന അവിടെ വാളിൻ്റെ വർക്ക് നടക്കുക കേട്ടോ. ഇവിടെയാണ് ആ ഗർഡർ വെക്കാനുള്ളത്. നമ്മൾ വല്യറമ്പ് ഭാഗത്ത് നമ്മുടെ റോഡിലുണ്ടായിരുന്ന ഗർഡറുകൾക്ക് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് ഇനി ഇവിടെ ഗർഡർ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ മെയിൻ റോഡിൻ്റെ താഴെയുള്ള അതിൻ്റെ സൈഡ് വാള് ബ്ലോക്ക് ഉയർത്തി വരുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മീറ്റർ ഉയരത്തിൽ ഈ വയലിൽ വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് അണ്ടർപാസ് എത്തുമ്പോഴത്തേന് ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ അവസാന മിനുക്ക് പണിയിലാണ് തലപ്പാറ വയലിലും അണ്ടർപാസിനോട് ഒപ്പിച്ചുമുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് ഇനി ടാറിങ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കും. കാരണം അത്രയും ആളുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ വർക്കുകൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന്, അതായത് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തലപ്പാറയുടെ വീഡിയോ വെളിമുക്ക് ഭാഗത്തുനിന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാമായിരുന്നു അവിടെ ഇഷ്ടംപോലെ ബ്ലോക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ബ്ലോക്കുകളൊക്കെ എക്സ്കവേറ്ററിൽ ഇതാ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അടിഭാഗത്ത് തന്നെ നല്ല താഴ്ചയിൽ തന്നെ മണ്ണൊക്കെ മാറ്റി സൈഡ് വാള് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പതിച്ച് അടിയിൽ ആ ബ്ലാക്ക് നെറ്റൊക്കെ വിരിച്ച് കാണിങ്ങനെ ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ് സുഹൃത്തുക്കളെ തലപ്പാറ എത്തിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രക്കും ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് മുന്നായിട്ട് ഒരു ടാറിങ് വർക്ക് കഴിഞ്ഞ ഒരു കാഴ്ചയൊക്കെ നമ്മൾ അടുത്ത ഘട്ടം ഇതുവഴി കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. തലപ്പാറ അണ്ടർപാസ് കളിയാട്ടമുക്ക് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്നിടത്താണ് തലപ്പാറ അണ്ടർപാസ് വരുന്നത്. തലപ്പാറ അണ്ടർപാസ് വലിയൊരു അണ്ടർപാസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അടിയത്തെ പെയിൻറ്റും വർക്കുകൾ, അതുപോലെ തന്നെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ, എന്നാൽ പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ, അവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, സൈഡ് പടവുകൾ, അതുപോലെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, അതുപോലെ 2 സൈഡിലെ ബാരിയറിൻ്റെ പെയിൻറ്റും വർക്കുകൾ, സെൻറ്ററത്തെ ഡിവൈഡർ വർക്കുകളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് വെളിമുക്ക് ഭാഗത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ, ട്രാക്ക് ഇട്ട വർക്കുകൾ, തലപ്പാറ അവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞ ഏരിയയിലൊക്കെ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈൻ ബോർഡിൻ്റെ വർക്കുകൾ, CCTV ക്യാമറ വയ്ക്കുന്ന വർക്കുകളും ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് പെട്ടെന്ന് തന്നെ നമ്മളെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മൊത്തത്തിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന കാഴ്ചകൾക്കിനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ തുടക്കം
കുളപ്പുറം ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ആ വിശാലമായ കുളപ്പുറം ഓവർപാസിൻ്റെ മുകൾ ഭാഗം തായ് ഭാഗവും കണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും സൈൻ ബോർഡുകൾ വെച്ച് വരുന്ന വർക്കുകളും CCTV വർക്കുകളൊക്കെ കഴിഞ്ഞ് VK പടി അണ്ടർപാസ് അവിടുന്ന് അങ്ങോട്ട് അരീത്തോട് കഴിഞ്ഞാൽ പിന്നെ വല്യറമ്പ് അണ്ടർപാസാണ്. വല്യറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഈ ഒരു വരവിൽ നമ്മൾ കാണിക്കാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റിലൂടെ നമുക്ക് കിടന്ന് ആ ഏരിയയിലത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ തലപ്പാറ വയലത്തെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചത്. അങ്ങനെ ഈ ഓവർപാസിൻ്റെ മുകളിൽ തന്നെ ഒന്ന് സൂമിങ്ങിലൂടെ തലപ്പാറ അണ്ടർപാസ് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഇവിടെ താൽക്കാലികമായി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഇടുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.